കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുലേനെ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ദി മോളിക്കുലാർ ഫോർമുല. n ക്യാൻ ബി എനി ഹോൾ നമ്പർ. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേറൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് n ഇസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അതായത് മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് n. എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല എഴുതുക, അപ്പം അതിലുള്ള ആറ്റംസ് അതിൻ്റെ മാസ് ആഡ് ചെയ്താൽ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടും. ഇനി വേറൊരു റിലേഷൻ ഉള്ളത് മോളിക്കുലാർ മാസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. അതായത് വേപ്പർ ഡെൻസിറ്റി ചില കേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മോളിക്കുലാർ മാസ് തരില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ടാവാം. അപ്പോൾ വേപ്പർ ഡെൻസിറ്റീനെ ഇൻറ്റു 2 ചെയ്താൽ വി വിൽ ഗെറ്റ് ദി മോളിക്കുലാർ മാസ്. അപ്പോൾ ഈ മൂന്ന് റിലേഷൻസും ഓർത്തിരിക്കണം. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം പറയാം. ഇതിൽ ദ ക്വസ്റ്റ്യൻ ഈസ് എൻ ഓർഗാനിക് കമ്പൗണ്ട് ഓൺ ഇൻവെസ്റ്റിഗേഷൻ ഗാവ് 52.2% കാർബൺ, 13.0% hydrogen and the rest oxygen. Find the empirical formula of the compound. ഇതിൽ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെൻറ്റ്സ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പക്ഷേ ഇവിടെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് തന്നിട്ടില്ല. ആൻഡ് ദ റെസ്റ്റ് ഓക്സിജൻ എന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാ എലമെൻറ്റ്സിൻ്റെയും കൂടെ പെർസെൻറ്റേജിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ എലമെൻറ്റ്സിൻ്റെയും കൂടെ പെർസെൻറ്റേജ് ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടണം. അപ്പോൾ ഓക്സിജൻ്റെ തരാത്തത് കൊണ്ട് 100ൽ നിന്ന് ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ പെർസെൻറ്റേജ് അതിൻ്റെ സമ്മ് കാണുക, അത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ 100 മൈനസ് ഇവിടെ കാർബണിൻ്റെ പെർസെൻറ്റേജും ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് 100ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് 34.8% എന്ന് കിട്ടും. ഇത് നമ്മൾ അങ്ങനെ കോള വരച്ച് ചെയ്യണതാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ഈ കമ്പൗണ്ടിലുള്ളത്. അപ്പോൾ ഹിയർ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി നെക്സ്റ്റ് കോളത്തിൽ അതിൻ്റെ പെർസെൻറ്റേജ് എഴുതാം. ഇവിടെ കാർബൺ 52.2%, ഹൈഡ്രജൻ 13% ആൻഡ് ഓക്സിജൻ ഈസ് 34.8%. ഈ തേർഡ് കോളത്തിൽ നമ്മൾ അതിൻ്റെ ആറ്റോമിക് മാസ് എഴുതുക. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ്റെ 1.008 എന്ന് എഴുതണമെന്നില്ല, നമ്മൾ റൗണ്ട് ചെയ്ത് 1 എന്ന് എഴുതിയാൽ മതി. ഇനി ഓക്സിജൻ അതുപോലെ 16. ഇനി നെക്സ്റ്റ് ഫോർത്ത് കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള പെർസെൻറ്റേജിനെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വി വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഓരോന്നിനെയും അതാതിൻ്റെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫോർ കാർബൺ 52.2/12, അപ്പോൾ 4.35 എന്ന് വന്നു. ആൻഡ് ഫോർ ഹൈഡ്രജൻ 13/1, അപ്പോൾ 13 തന്നെ വന്നു. ആൻഡ് ഫോർ ഓക്സിജൻ 34.8/16, അപ്പോൾ 2.175. ഇനി നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂസിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഈ വാല്യൂസിൽ ഏറ്റവും സ്മോളസ്റ്റ് വരുന്നത് 2.175 ആണ്. അപ്പോൾ ഈ വാല്യൂസിനെയൊക്കെ ഈ സ്മോളസ്റ്റ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടും. അപ്പോൾ ഇവിടെ 4.35 ഡിവൈഡഡ് ബൈ 2.175, നെക്സ്റ്റ് 13/2.175, നെക്സ്റ്റ് 2.175/2.175. അപ്പോൾ നമുക്കിങ്ങനെ വാല്യൂസ് വരുന്നു. അപ്പോൾ ഇതിൽ ഡെസിമൽ പോയിൻറ്റ്സ് വരികയാണെങ്കിൽ അത് റൗണ്ട് ചെയ്ത് നെക്സ്റ്റ് ഹോൾ നമ്പർ ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് വാല്യൂസ് വരുന്നത് 261. അപ്പോൾ ഇതാണ് സിംപ്ലസ്റ്റ് റേഷ്യോ വരുന്നത്, ഹോൾ നമ്പർ റേഷ്യോ. അപ്പോൾ ഇവിടെ എംപിരിക്കൽ ഫോർമുല എഴുതണമെങ്കിൽ നമ്മൾ ഓരോ എലമെൻറ്റ് എഴുതുക, അതിൻ്റെ നമ്പർ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏതാണെങ്കിൽ അത് എഴുതുക. അപ്പോൾ കാർബൺ 2 ആണ് വരുന്നത്, ഹൈഡ്രജൻ 6 വരണോ, അതുപോലെ ഓക്സിജൻ 1 വരണോ. അപ്പോൾ എംപിരിക്കൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് വിൽ ബി C2H6O. ഇങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇതാണ്. എൻ ഓർഗാനിക് കമ്പൗണ്ട് കണ്ടെയ്ൻസ് കാർബൺ 61%, ഹൈഡ്രജൻ 11.8%, oxygen 27.12%. Calculate the empirical and molecular formula of the compound. The vapor density of the compound is 59. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കണം. പിന്നെ വേറൊരു കാര്യം തന്നിട്ടുള്ളത് ഇവിടെ വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്.
അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മളിതുപോലെ ടാബുലർ കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിൽ എലമെൻറ്റ്സ് ഏതാണെന്ന് എഴുതുക, സെക്കൻഡ് കോളത്തിൽ അതിൻ്റെ പെർസെൻറ്റേജ് എഴുതുക, തേർഡ് കോളത്തിൽ ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസ് എഴുതാം. നെക്സ്റ്റ് ഈ പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് വാല്യൂസ് വരും. ഇനി ഈ വാല്യൂസിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഹിയർ ഇറ്റ് ഈസ് 1.69. അപ്പോൾ ആ വാല്യൂ കൊണ്ട് ബാക്കി നമ്പേഴ്സിനെയൊക്കെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 371 വരുന്നു. അപ്പോൾ ഇത് ഹോൾ നമ്പർ അല്ലെങ്കിൽ നമ്മളതിനെ ഹോൾ നമ്പർ ആക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ വാല്യൂസ് ഇവിടെ എടുത്ത് എഴുതാണ് 371. അപ്പോൾ ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും? കാർബൺ 3, hydrogen 7, oxygen 1. So empirical formula is C3H7O. ഇപ്പോൾ എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള റിലേഷനാണ് N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ N അറിയില്ല, N കണ്ടുപിടിക്കണമെങ്കിൽ മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ മോളിക്കുലാർ മാസ് തന്നിട്ടില്ല, പകരം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വേപ്പർ ഡെൻസിറ്റിയാണ്. അപ്പോൾ വേപ്പർ ഡെൻസിറ്റീനെ ഇൻറ്റു 2 ചെയ്താൽ വി വിൽ ഗെറ്റ് മോളിക്കുലാർ മാസ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 2 × 59, ദാറ്റ് ഈസ് 118. ഇനി ഇതിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കണം. എംപിരിക്കൽ ഫോർമുല വരുന്നത് C3H7O. അപ്പോൾ 3 കാർബൺ ആറ്റം, 7 ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 1 ഓക്സിജൻ ആറ്റം. അപ്പോൾ അതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടെ മാസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ C3 ആയതുകൊണ്ട് 3 × 12, H7 ആണ്, അപ്പോൾ 7 × 1. 1 ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. ഓക്സിജൻ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് 16. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് 59 എന്ന് വരുന്നു. അപ്പോൾ മോളിക്കുലാർ മാസ് 118, എംപിരിക്കൽ ഫോർമുല മാസ് 59. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ കിട്ടും, ഇറ്റ് ഈസ് 2. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റിലേഷൻ യൂസ് ചെയ്യുന്നു. അത് മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു 2 × എംപിരിക്കൽ ഫോർമുല. അപ്പോൾ 2 × C3H7O. അപ്പോൾ ഇതിൽ വരണം ആറ്റംസിൻ്റെ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 3 വരുമ്പോൾ കാർബണിൻ്റെ നമ്പർ 6 ആവണു. 2 × 7 വരുമ്പോൾ ഹൈഡ്രജൻ്റെ നമ്പർ 14. And for oxygen 2 × 1, that is 2. So the molecular formula of the compound is C6H14O2. നെക്സ്റ്റ് വരുന്നത് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ ആണ്. സ്റ്റോഷിയോമെട്രി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് it deals with the calculation of masses of the reactants and products involved in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും മാസസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. Zn + 2HCl gives ZnCl2 + H2. 2H2 + O2 gives 2H2O. അപ്പോൾ ഇങ്ങനെയുള്ള ബാലൻസ്ഡ് ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? അപ്പോൾ ഇവിടെ കോയിഫിഷ്യൻ്റ് പ്രത്യേകിച്ച് ഒന്നും എഴുതിയില്ലെങ്കിൽ 1 എന്നർത്ഥം. ദറ്റ് ഈസ് 1 mole ഓഫ് സിങ്ക് റിയാക്ട് വിത്ത് 2 moles ഓഫ് HCl to give 1 mole of zinc chloride and 1 mole of hydrogen. Here 2 moles of hydrogen react with 1 mole of oxygen to give 2 moles of water. വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മീഥേൻ്റെ കമ്പഷനാണ്. മീഥേനിൽ വരുന്ന എലമെൻറ്റ്സ് കാർബണും ഹൈഡ്രജനാണ്. ഇപ്പോൾ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ബേണിങ്, കത്തുക. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും, ഹൈഡ്രജൻ വാട്ടർ വേപ്പർ ആയിട്ട് മാറണു. അപ്പോൾ ഇവിടെ റിയാക്ഷൻ അനുസരിച്ച് CH4 + 2O2 gives CO2 + 2H2O. That is 1 mole of methane react with 2 mole of oxygen to give 1 mole of carbon dioxide and 2 moles of water. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു 1 mole ഓഫ് എനി ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം 22.4 ലിറ്റർ ആണ്. അപ്പോൾ നമുക്കിതിനെ വോളിയത്തിൻ്റെ പ്രൊപ്പോർഷൻ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയും പറയാം. 22.4 ലിറ്റർ ഓഫ് മീഥേൻ റിയാക്ട് വിത്ത്, ഇവിടെ 2 മോൾ വന്നതുകൊണ്ട് 24 × 2 ചെയ്യണം. അപ്പോൾ 44.8 ലിറ്റർ ഓഫ് ഓക്സിജൻ ടു ഗെറ്റ് 22.4 ലിറ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് 44.8 ലിറ്റർ ഓഫ് വാട്ടർ വേപ്പർ. ഇനി ഇതിൻ്റെ മാസിൻ്റെ കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. മീഥേൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് വരുന്നത് 16 ആണ്. അപ്പോൾ 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് അതിൻ്റെ മാസ് വരുന്നത് അതിൻ്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് ആണ്. അപ്പോൾ ഇവിടെ മീഥേൻ എന്നുള്ളത് മോളിക്യൂൾ ആയതുകൊണ്ട് വി ഹാവ് ടു കൺസിഡർ ഇറ്റ്സ് മോളിക്കുലാർ മാസ്. അപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്. ഇവിടെ 4 ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പോൾ 4 ഹൈഡ്രജനും കൂടെ
4 വരും. അപ്പോൾ 12 + 4 16 ആണ് മീഥേനിൻ്റെ മോളിക്കുലാർ മാസ് വരുന്നത്. അപ്പോൾ ഇവിടെ ആസ് പെർ ഇക്വേഷൻ 16 gram ഓഫ് മീഥേൻ റിയാക്ട് വിത്ത് 2 × 32 gram ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32 ആണ്. അറ്റോമിക് മാസ് 16, O2 എന്ന് വരുമ്പോൾ 16 × 2 32 വന്നു. അപ്പോൾ അങ്ങനെയുള്ള 2 മോൾസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ 2 × 32 gram എന്ന് വരുന്നത്. ഇനി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 44 ആണ് വരിക. അതായത് കാർബണിന് 12 വരുന്നു, ഇവിടെ ഓക്സിജന് 32. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി വാട്ടർ ആണെങ്കിൽ ഇവിടെ 2 മോൾസ്, അതായത് വാട്ടറിൻ്റെ അറ്റോമിക് മാസ് 18 ആണ്. അപ്പോൾ അങ്ങനെ 2 മോൾസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് 2 × 18 gram. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് വരിക. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നാലാണ് ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അതായത് ഒരു റിയാക്ഷനിലെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റിയാക്റ്റൻസ് ഉള്ള കേസിൽ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു പ്രൊഡ്യൂസ് അമോണിയ. അപ്പോൾ ഇതിൽ the reactant which gets consumed completely limits the amount of product formed. അപ്പോൾ ദാറ്റ് റിയാക്റ്റൻറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് വരുന്നത് നൈട്രജനും ഹൈഡ്രജനാണ്. ഇപ്പോൾ ഇവിടെ നൈട്രജൻ എത്ര എക്സസ് ഉണ്ടെങ്കിലും അതിന് പ്രപ്പോർഷണലായിട്ട് അവിടെ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയയുടെ എമൗണ്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ നൈട്രജൻ എത്ര കൂടുതലുണ്ടായാലും അതിനനുസരിച്ച് ഹൈഡ്രജൻ ഉണ്ടെങ്കിലേ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഹിയർ ലിമിറ്റിംഗ് റിയേജൻറ്റ് വിൽ ബി ഹൈഡ്രജൻ. ഇനി നേരെ തിരിച്ച് ഹൈഡ്രജൻ എക്സസ് ഉണ്ട് എന്ന് വിചാരിക്കുക, ആവശ്യത്തിന് കൂടുതലുണ്ട്, പക്ഷേ നൈട്രജൻ കുറവുള്ളൂ. അപ്പോൾ നൈട്രജൻ കുറവ് വരുന്നത് കൊണ്ട് ഈ നൈട്രജൻ്റെ എമൗണ്ട് ആയിരിക്കും പ്രോഡക്റ്റ് ഫോർമേഷനെ ലിമിറ്റ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നൈട്രജൻ ആയിരിക്കും അവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസും വരുന്നുണ്ട്, അത് നമ്മൾ പിന്നെ ചെയ്യിക്കും. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ അനുസരിച്ച് 1 mole ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് 3 moles ഓഫ് ഹൈഡ്രജൻ ടു ഗിവ് 2 moles ഓഫ് അമോണിയ. അതായത് 1 mole നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടത് 3 mole ഹൈഡ്രജനാണ്. ഇപ്പോൾ ഇവിടെ തിരിച്ച് 1 mole നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യാൻ അവിടെ 4 moles അല്ലെങ്കിൽ 5 moles ഹൈഡ്രജൻ അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എത്ര എക്സസ് ഹൈഡ്രജൻ അവൈലബിൾ ആണെങ്കിലും നൈട്രജൻ്റെ എമൗണ്ടിനനുസരിച്ച് അമോണിയ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ നൈട്രജൻ വിൽ ബി ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി നേരെ തിരിച്ച് വരികയാണ്. ഇപ്പോൾ ഇവിടെ 3 moles ഓഫ് ഹൈഡ്രജന് 1 mole ഓഫ് നൈട്രജൻ മതി ആസ് പെർ ദിസ് ഇക്വേഷൻ. പക്ഷേ ഇവിടെ 1 mole നൈട്രജന് പകരം 2 moles നൈട്രജൻ ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷേ 3 mole ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നൈട്രജൻ ആവശ്യത്തിന് കൂടുതലുണ്ടെങ്കിലും ഹൈഡ്രജൻ്റെ എമൗണ്ടിനനുസരിച്ചാണ് ഇവിടെ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹൈഡ്രജനാണ് പ്രോഡക്റ്റ് ഫോർമേഷൻ ഡിസൈഡ് ചെയ്യണത്. സോ ഹൈഡ്രജൻ വിൽ ബി ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. റിയാക്റ്റൻറ്റ് വിച്ച് ഗെറ്റ്സ് കൺസ്യൂംഡ് കംപ്ലീറ്റ്ലി ലിമിറ്റ്സ് ദി എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോം, ദാറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഇവിടെ നൈട്രജൻ എക്സസ് ഉണ്ടെങ്കിലും ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജനാണ് പ്രോഡക്റ്റ് ഫോർമേഷനെ ഡിറ്റർമിൻ ചെയ്യുക, എത്ര എമൗണ്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ വിൽ ബി ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി നേരെ തിരിച്ച് ഹൈഡ്രജൻ എക്സസ് ഉണ്ടെന്ന് വിചാരിക്കുക, ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിലും നൈട്രജന് കുറവാണെങ്കിൽ നൈട്രജൻ അവിടെ കംപ്ലീറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ആ കേസിൽ നൈട്രജൻ വിൽ ബി ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ നമുക്ക് തരേണ്ടതിനനുസരിച്ച് ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു തരാം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കേട്ടോ.